ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിൻഡ്സ് ഓഫ് ചേഞ്ച്. അതിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ദ ടോയ്ലറ്റ്. ദ ടോയ്ലറ്റ് എന്ന ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മലയാളത്തിലുള്ള മീനിങ് ആൻഡ് സ്റ്റോറി എക്സ്പ്ലനേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇത്രയും അടങ്ങുന്നതാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ടാണ് ടോയ്ലറ്റ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഇത് നമ്മളുടെ പാർട്ട് 1 ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം ദി ടോയ്ലറ്റ്. അപ്പം നമുക്ക് ആദ്യം തന്നെ സീനാം ലോപ്പിൻ്റെ, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പ്രൊനൗൺസ് ചെയ്യാം കേട്ടോ. അത് ഓദറിൻ്റെ പേരാണ് ഞാൻ വായിച്ചത്. സീനാം ലോപ്പ് എന്നാണ് ഞാൻ വായിക്കുന്നത്. ആക്ച്വലി അതിൽ GCIN എന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണോ അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് ദ പാത്ത് ഫ്രം ഡ്രീംസ് ടു സക്സസ് ഡസ് എക്സിസ്റ്റ്. യു ഓൺലി നീഡ് ദ വിഷൻ ടു ഫൈൻഡ് ഇറ്റ്, ദ കറേജ് ടു ഗെറ്റ് ഓൺ ടു ഇറ്റ് ആൻഡ് ദ പെർസെവറൻസ് ടു ഫോളോ ഇറ്റ്. എന്താണ്? നമുക്ക് സ്വപ്നങ്ങളിൽ നിന്ന് വിജയത്തിലേക്കുള്ള പാത നിലവിലുണ്ട്. നമുക്ക് വിജയിക്കാൻ കഴിയും. നമ്മൾ സ്വപ്നം കാണുന്ന രീതിയിൽ വിജയിക്കാൻ സാധിക്കും. അത് കണ്ടെത്താനുള്ള ദർശനവും അത് മറികടക്കാനുള്ള, അതിലേക്ക് കടന്നു പോകാനുള്ള ധൈര്യവും അതിനെ പിന്തുടർന്ന് പോകാനുള്ള ഉത്സാഹവും മാത്രമേ നമ്മൾക്ക് ആവശ്യമുള്ളൂ. അപ്പം അത്രയും ഉണ്ടാവണം. നമുക്കൊരു ഡ്രീം കണ്ടത് അപ്പം തന്നെ വിടാതെ അതിൻ്റെ ബാക്കിൽ നിൽക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ആ ഒരു കറേജ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. Drawing inspiration from Gandhiji's selfless dedication, let's now move on to the troubled journey of a young girl who strives hard to build a career. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടി അവളുടെ കരിയർ, ഭാവി കെട്ടിപ്പടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ജേണി. ബർഡൻ ബൈ ദ വെയിറ്റ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് ദ പെയിൻ ഓഫ് എൻഫോഴ്സ്ഡ് ഐസൊലേഷൻ. റീഡ് ദിസ് എക്സെർപ്റ്റ് ഫ്രം ദ മെമ്മോയർ ഓഫ് ദ സൗത്ത് ആഫ്രിക്കൻ റൈറ്റർ സിനാം ലോപ്പ് for valuable insights on the power of perseverance and personal initiative. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ യാത്രയാണ് നമ്മളിത് നോക്കുന്നത്. വ്യക്തിപരമായ അവൾ തന്നെ മുൻകൈ എടുത്ത് ശക്തിയോടുകൂടി മുന്നിലേക്ക് പോയി. സൗത്ത് ആഫ്രിക്കൻ എഴുത്തുകാരിയായ സീനാം ലോപ്പിൻ്റെ ഓർമ്മക്കുറിപ്പിൽ നിന്നെടുത്തൊരു ഭാഗമാണിത്. അപ്പം നമുക്ക് നോക്കാം ദ ടോയ്ലറ്റ്. Sometimes I wanted to give up and be a good girl who listened to her elders. Maybe I should have done something like teaching or nursing as my mother wished. People thought these professions were respectable, but I knew I wanted to do something different, though I was not sure what. I thought a lot about acting. My mother said that it had been a waste of money educating me because I did not know what to do with the knowledge I had acquired. I had come to Johannesburg for the December holidays after writing my metric exams and then stayed on hoping to find something to do. അപ്പോൾ ആദ്യം തുടങ്ങുന്നത് സംടൈംസ് ഐ വാണ്ടഡ് എന്നാണ്. ചിലപ്പോഴൊക്കെ ഞാൻ മനസ്സ് തുറന്ന് മുതിർന്നവരുടെ വാക്കുകൾ കേൾക്കുന്ന ഒരു നല്ല പെൺകുട്ടിയാകാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മേ ബി ഐ ഷുഡ് ഹാവ് ഡൺ സംതിങ് ലൈക്ക് ടീച്ചിങ് ഓർ നഴ്സിംഗ്. അമ്മയുടെ ആഗ്രഹം പോലെ ഒരു പക്ഷേ ഞാൻ ടീച്ചിങ്ങോ നഴ്സിങ്ങോ പോലുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യണമായിരുന്നു. പക്ഷേ ഈ ടീച്ചിങ്ങും നഴ്സിംഗും ഒക്കെയാണ് മാന്യമാണെന്ന് ആൾക്കാർ കരുതുന്നത്. പക്ഷെ എനിക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആക്ടിങ്, അഭിനയം, അത് ചെയ്താലോ എന്നതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു. അപ്പോൾ അമ്മ പറയണം, വിദ്യാഭ്യാസം എനിക്ക് നൽകുന്നത് പണം പാഴാക്കലാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു. കാരണം ആ നേടിയ അറിവ് ഉപയോഗിച്ച് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഇവർ പറയുന്നതാണ്, എനിക്കറിയില്ലായിരുന്നു ഞാൻ നേടിയ എഡ്യൂക്കേഷൻ വെച്ച് എനിക്ക് എന്ത് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ മെട്രിക് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം, സ്കൂളിംഗ് ആണ് കേട്ടോ, പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഡിസംബർ അവധിക്കാലത്ത് ജോഹാനസ്ബർഗിൽ വരുമായിരുന്നു. അവിടെ വന്നു തുടർന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അവിടെ താമസിക്കുകയാണ്. അപ്പം അത്രയും മനസ്സിലായല്ലോ. നെക്സ്റ്റ് വരുന്നത്, my elder sister worked in Orange Grove as a domestic worker and I stayed with her in her back room. അപ്പോൾ ഇവരുടെ എൽഡർ സിസ്റ്റർ, മൂത്ത സഹോദരി, ഓറഞ്ച് ഗ്രോവിൽ വീട്ടുജോലിക്കാരിയായി ജോലി ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ ഈ പെൺകുട്ടിയും അവരുടെ കൂടെ പോയി താമസിച്ചു ഒരു ബാക്ക് റൂമിൽ. ഐ ഡിഡൻറ്റ് നോ എനിബഡി ഇൻ ജോഹാനസ്ബർഗ് എക്സെപ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഫ്രണ്ട്സ് ഹൂം വി വെൻറ്റ് ടു ചർച്ച് വിത്ത്. ജോഹാനസ്ബർഗിൽ ആരെയും എനിക്കറിയില്ലായിരുന്നു. സിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ സിസ്റ്ററിൻ്റെ ഫ്രണ്ട്സ്, അവരുടെ കൂടെയാണ് ഇവർ ചർച്ചിലേക്ക് പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരെ മാത്രമേ അറിയൂ. ഐ വാസ് വെരി ബോർഡ് ആൻഡ് ലോൺലി. എനിക്ക് ഭയങ്കര ബോറിങ്, അതുപോലെ ഒറ്റപ്പെടലെല്ലാം അനുഭവപ്പെട്ടു.
On weekdays, I was locked in my sister's room so that the madam wouldn't see me. She was at home most of the time, painting her nails, having tea with her friends, or lying in the sun by the pool. The swimming pool was very close to the room, which is why I had to keep very quiet. My sister felt bad about locking me in there, but she had no alternative. I couldn't even play the radio, so she brought me books, old magazines, and newspapers from the white people. I just read every single thing I came. അപ്പോൾ ഇവരെന്ത് ചെയ്യുമായിരുന്നു? വീക്ക് ഡേയ്സിൽ അവരുടെ മാഡം എന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടു ജോലിക്ക് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു പെൺകുട്ടി അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന അവർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? വീക്ക് ഡേയ്സിൽ ആ മാഡം അവരുടെ ഓണർ അവിടെ ഉണ്ടാകുമ്പോൾ ഈ പെൺകുട്ടിയെ മുറിയിൽ അവരുടെ സഹോദരി പൂട്ടിയിടും. നഖം അതായത് നെയിൽ പോളിഷ് ചെയ്യുക, സുഹൃത്തുക്കളോടൊപ്പം ചായ കുടിക്കുക, അല്ലെങ്കിൽ വെയിലത്ത് കിടക്കുക, പൂളിൻ്റെ അടുത്ത് കിടക്കുക, ഇതൊക്കെയായിരുന്നു ആ ഓണർ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ചെയ്തത്. അവരുടെ സ്വിമ്മിംഗ് പൂള് ഈ പെൺകുട്ടിയെ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയുടെ അടുത്ത് തന്നെയായിരുന്നു. നീന്തൽക്കുളം മുറിയോട് വളരെ അടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നിശബ്ദത പാലിച്ചായിരുന്നു ഈ കുട്ടി അതിനകത്ത് ഇരുന്നത്. ഇല്ലെങ്കിൽ കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ ഇവരെ അവിടെ പൂട്ടിയിട്ടിട്ട് ഈ പെൺകുട്ടി അതിൽ പൂട്ടിയിട്ടിട്ട് പോണതിൽ സഹോദരിക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേറൊരു മാർഗവും ഇല്ലായിരുന്നു. ഒരു റേഡിയോ പ്ലേ ചെയ്യാൻ പോലും പറ്റില്ല, സൗണ്ട് അതൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സഹോദരി? ഇവൾക്ക് കുറേ പുസ്തകങ്ങളും മാസികകളും പത്രങ്ങളും എല്ലാം വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു. ആരുടെ കയ്യിൽ നിന്ന്? വൈറ്റ് പീപ്പിളുടെ കയ്യിൽ നിന്ന്. സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന കഥയാണ്. അവിടെ വൈറ്റ്സും ബ്ലാക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ വൈറ്റ് പീപ്പിളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു. അതിൽ നിന്ന് ഓരോ ന്യൂസും ഇവൾ വായിക്കുകയാണ്. ഫെയർ ലേഡി, വിമൻസ് വീക്ക്ലി, എനിത്തിങ്, അത് ആ മാഗസീൻ്റെ പേരാണ് കേട്ടോ. ബട്ട് ദെൻ മൈ സിസ്റ്റർ തോട്ട് ഐ വാസ് റീഡിങ് ടു മച്ച്. അതിനുശേഷം സിസ്റ്ററിന് മനസ്സിലായി ഒരുപാട് വായിക്കുന്നുണ്ടെന്ന് സിസ്റ്ററിന് തോന്നി. എന്തായിരിക്കും കാരണം നമുക്ക് നോക്കാം. Soon I got a temporary job in a clothing factory in town which made clothes for ladies boutiques. I looked forward to meeting new people and liked the idea of being out of that room for a change. The factory knocked off at 4:30 and then I went to a park near where my sister worked. I waited there till 6:30 when I could sneak into the house again without the white people seeing me. I had to leave the house before 5:30 in the mornings as well. That meant I had to find something to do with the time I had before I could catch the 7:30 bus to work, about 2 hours. I would go to a public toilet in the park. For some reason it was never locked. So I would go in and sit on the toilet seat to read some magazine or other until the right time to catch the bus. അപ്പോൾ എന്താ പറയണത്? അങ്ങനെ താമസിയാതെ ഇവർക്ക് ഒരു ബുട്ടീക്കിൽ, ക്ലോത്തിങ് ഫാക്ടറിയിൽ ഒരു ബുട്ടീക്ക് ഉണ്ടല്ലോ, ലേഡീസിൻ്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ബുട്ടീക്കിൽ അവർക്കൊരു ജോലി ലഭിച്ചു, താൽക്കാലിക ജോലി. പുതിയ ആളുകളെ കണ്ടുമുട്ടാനൊക്കെ ആകാംക്ഷയോടെ ഇവർ കാത്തിരിക്കുകയാണ്. കാരണം ആ ഒരു മുറിയിൽ നിന്ന് പുറത്ത് വരാലോ, ഒരു മാറ്റത്തിനായി ആ മുറിയിൽ നിന്ന് പുറത്തു പോകാനുള്ള ആശയം അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഫാക്ടറി 4:30 മണിക്കാണ്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഫാക്ടറി നോക്ക്ഡ് ഓഫ് 4:30 നോക്ക് ഓഫ് ചെയ്യും. അതുപോലെ തന്നെ ഐ വെന്റ് ടു എ പാർക്ക് നിയർ വെർ മൈ സിസ്റ്റർ വർക്ക്ഡ്. അതിനുശേഷം എന്ത് ചെയ്യും? സിസ്റ്റർ വർക്ക് ചെയ്യണ ആ ഒരു പാർക്കിലേക്ക് പോവും. അതിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്, അങ്ങോട്ട് പോവും. അവിടെ എന്ത് ചെയ്യും? 6:30, 6:30 വരെ അവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ, 6:30 വരെ അവിടെ കാത്തിരിക്കും. ശേഷം വെള്ളക്കാർ കാണാതെ വേണ്ടേ വീണ്ടും ആ വീട്ടിലേക്ക് നുഴഞ്ഞു കയറാൻ. അവിടെ ആ റൂമിലേക്ക് കയറണമെങ്കിൽ ആരും കാണാൻ പാടില്ല. പിന്നെ രാവിലെ 5:30 മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതായത് 7:30 മണിയുടെ ബസ് പിടിക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂർ. പാർക്കിലെ ഒരു പൊതു ടോയ്ലറ്റിലാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? അവിടെ പോയിട്ട് ഐ വുഡ് ഗോ ടു എ പബ്ലിക് ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യണ്ടായിരുന്നു. ആ ഒരു പബ്ലിക് ടോയ്ലറ്റ് ക്ലോസ് ചെയ്യണ്ടായിരുന്നില്ല, ആരും പൂട്ടിയിട്ടിട്ട് പോവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 7:30 ബസ് പിടിക്കുന്നവരെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അതിനകത്ത് ടോയ്ലറ്റ് സീറ്റിൽ ഇരുന്നിട്ട് മാഗസീനും പത്രങ്ങളും ഒക്കെ അവർക്ക് വായിക്കാൻ സാധിക്കുമായിരുന്നു. The first time I went into this toilet, I was on my way to this bus stop. Usually I went to straight to the bus stop outside the OK Bazaars where it was well lit and I could see. അപ്പോൾ ആദ്യമായിട്ട് ആ ടോയ്ലറ്റിൽ പോയ സമയത്ത് കയറിയപ്പോൾ ബസ് സ്റ്റോപ്പിലേക്കുള്ള യാത്രയിലായിരുന്നു. സാധാരണയായിട്ട് ഞാൻ നേരെ പോവുക OK ബസാറുകൾക്ക് പുറത്തുള്ള ബസ് സ്റ്റോപ്പിലേക്കാണ്. അവിടെ നല്ല വെളിച്ചമാണ്.
വെളിച്ചം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഐ വുഡ് വെയിറ്റ് ദെയർ റീഡിങ് ഓർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ഗ്രോയിങ് നമ്പർ ഓഫ് കാർസ് ആൻഡ് ബസ്സസ് ഓൺ ദിയർ വേ ടു ടൗൺ. അവിടെ വെയിറ്റ് ചെയ്യും, വായിക്കും അവിടെ ഇരുന്നിട്ട്. പിന്നീട് റോഡിലേക്ക് നോക്കും, കാറും ബസ്സസിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി വരും അല്ലേ, സമയം പോകുന്നതിനനുസരിച്ചിട്ട്. ഓൺ ദാറ്റ് ഡേ ഇറ്റ് വാസ് റെയിനിങ് ക്വൈറ്റ് ഹാർഡ്. അപ്പോൾ ആ ദിവസം വല്ലാതെ മഴയുണ്ടായിരുന്നു. സോ ഐ തോട്ട് ഐ വുഡ് ഷെൽട്ടർ ഇൻ ദ ടോയ്ലറ്റ് അൺടിൽ ദ റെയിൻ പാസ്റ്റ്. അപ്പോൾ മഴ പോകുന്നവരെ എവിടെയെങ്കിലും മഴ നനയാതെ അപ്പം ടോയ്ലറ്റിൽ പോകാമെന്ന് കരുതുന്നത്. അവിടെ പോയി ഇരിക്കുകയെന്ന്. ഐ നോക്കഡ് ഫസ്റ്റ് ടു സീ ഇഫ് ദർ വാസ് എനി വൺ ഇൻസൈഡ്. അപ്പോൾ ഒന്ന് ആദ്യം കൊട്ടി നോക്കി ആരെങ്കിലും അകത്തുണ്ടോ എന്ന് അറിയാൻ. ആരുമില്ല. ആസ് ദർ വാസ് നോ റിപ്ലൈ ഐ പുഷ്ഡ് ദ ഡോർ ഓപ്പൺ ആൻഡ് വെന്റ് ഇൻ. അങ്ങനെ ആ വാതിൽ തുറന്ന് അവരകത്തേക്ക് കയറി. ഐ ഡിഡ് നോട്ട് ലുക്ക് ലൈക്ക് ഇറ്റ് ഹാഡ് ബീൻ പെയിൻറ്റഡ് ഫോർ എ ഫ്യൂ ഇയേഴ്സ്. ദ ക്ലോസ്ഡ് ലിഡ് ഓഫ് ദ ടോയ്ലറ്റ് വാസ് ഗോയിങ് ടു ബി മൈ സീറ്റ് ഫോർ മെനി മോർണിംഗ്സ് ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ അകത്ത് ആരുമില്ല. അപ്പോൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. കുറച്ച് വർഷങ്ങളായിട്ട് പെയിൻറ് ചെയ്തതായിട്ട് തോന്നുന്നില്ല അത് കണ്ടിട്ട്. കാരണം കുറേ കാലമായി പെയിൻറ് ചെയ്തിട്ട് ആ ടോയ്ലറ്റൊക്കെ. അടച്ചിട്ട ലിഡ്, അതിനുശേഷം പല പ്രഭാതങ്ങളിലും ടോയ്ലറ്റ് ആയിരിക്കും അവർക്ക്. അങ്ങനെ ആ ടോയ്ലറ്റിൻ്റെ സീറ്റ് അടച്ചിട്ട് അവർ അതിൻ്റെ മേലെ ഇരിക്കും. അങ്ങനെ പല പ്രഭാതങ്ങളിലും അവർ അതിൻ്റെ മേലെ തന്നെയാണ് സീറ്റായിട്ട് ഉപയോഗിച്ച് അവിടെ ഇരുന്നുകൊണ്ടിരുന്നത്. I was very lucky to have found that toilet because the winter was very cold. Not that it was any warmer in there, but once I had closed the door, it used to be a little less windy. Also, the toilet was very small. The walls were wonderfully close to me. It felt like it was made to fit me alone. I enjoyed that kind of privacy. I did a lot of thinking while I sat on the toilet seat. I did a lot of daydreaming too. Many times imagining myself in some big hall doing a really popular play with other young actors. അപ്പോൾ ഓക്കെ, അവിടെ ശൈത്യകാലമാണ്, ഭയങ്കര വിൻ്റർ സീസൺ ആണ്, തണുപ്പല്ലേ. അപ്പോൾ ആ തണുപ്പുള്ളതിനാൽ ആ ടോയ്ലറ്റ് കണ്ടെത്താൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് അവർക്ക് തോന്നി. കാരണം അതിനകത്ത് കയറി ഡോർ അടച്ചു കഴിഞ്ഞാൽ പുറത്തുള്ള സൗണ്ടൊന്നും അവർക്ക് അങ്ങനെ, സൗണ്ടല്ല, ആ ഒരു വിൻ്ററിൻ്റെ തണുപ്പ് അധികം അവർക്ക് കിട്ടില്ലായിരുന്നു. പ്രൈവസിയിൽ അതിനകത്ത് ഇരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ അതിനകത്തിരുന്ന് ഇവർ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി, ഡേ ഡ്രീമിങ് ചെയ്യാൻ തുടങ്ങി. അവരെ തന്നെ അവർ വലിയൊരു ഹാളിൽ സ്വപ്നം കാണുകയാണ് കേട്ടോ. വലിയൊരു ഹാളിൽ കുറേ ആളുകൾക്കൊപ്പം അഭിനയിക്കുന്നതായിട്ടൊക്കെ അവർ സ്വപ്നം കാണുകയാണ്. ഐ വുഡ് സിറ്റ് ദ ഡ്രീമിങ്. അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് അവർ സ്വപ്നം കാണുകയാണ്. I started asking myself why I had not written anything since I left school. At least at school I had written some poems or stories in the school magazine and other magazines, and also for school competitions. Our English teacher was always so encouraging. I remember the day I showed him my first poem. I was so excited I couldn't concentrate in class for the whole day. അപ്പോൾ ഇവർ തിങ്ക് ചെയ്യുകയാണ്, ഞാൻ എന്തുകൊണ്ടാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും എഴുതിയില്ല, ഞങ്ങളുടെ സ്റ്റോറീസോ പോയംസോ ഒന്നും എഴുതിയില്ല, മാഗസീനിലൊന്നും എഴുതിയില്ല, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് അതായത് പിന്നീട് അവരൊന്നും എഴുതിയില്ല എന്നാണ് പറയുന്നത്. സ്കൂളിലായിരിക്കുന്ന സമയത്ത് സ്റ്റോറീസും പോയംസും ഒക്കെ സ്കൂൾ മാഗസിന് വേണ്ടി എഴുതിയിട്ടുണ്ടായിരുന്നു, കോമ്പറ്റീഷന് വേണ്ടിയിട്ടൊക്കെ. അവരൊരു ഇംഗ്ലീഷ് ടീച്ചർ വളരെ എൻകറേജിങ് ആയിരുന്നു. പിന്നെ അവർ ഓർക്കുന്നുണ്ട്, ഐ ഷോഡ് ഹിം, എൻ്റെ ഫസ്റ്റ് ഞാൻ എഴുതിയ പോയം അവർക്ക് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് ക്ലാസ്സിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. I didn't know anything about publishing then, and I didn't ask myself if my stories were good enough. I just enjoyed writing things down when I had the time. So one Friday, after I had started being the toilet's best customer, I bought myself a notebook in which I was hoping to write something. I didn't use it for quite a while until one evening. പക്ഷെ അന്ന് എനിക്ക് പ്രസിദ്ധീകരണത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഈ കഥകൾ മതിയോ എന്ന് സ്വയം ചോദിച്ചതുമില്ല. സമയം കിട്ടുമ്പോഴൊക്കെ കാര്യങ്ങൾ എഴുതുന്നതെന്നൊക്കെ അവർ ആസ്വദിച്ചു. അങ്ങനെ ടോയ്ലറ്റിലും ഏറ്റവും നല്ലൊരു ഉപഭോക്താവാൻ തുടങ്ങിയതിന് ശേഷം അവരൊരു വെള്ളിയാഴ്ച എന്തെങ്കിലും എഴുതാൻ ആഗ്രഹിച്ചു കൊണ്ടൊരു നോട്ട്ബുക്ക് വാങ്ങി. പക്ഷേ ആ വൈകുന്നേരം വരെ അതൊന്നും ഉപയോഗിച്ചൊന്നുമില്ല. മൈ സിസ്റ്റർ ഹാഡ് ടേക്കൺ ഹർ യൂഷ്വൽ തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ ഓഫ് ആൻഡ് ഷീ ഹാഡ് ബീൻ ഡിലേഡ് സംവർ. ഐ കെയിം ബാക്ക് ഫ്രം വർക്ക്, then waited in the park for the right time to go back into the yard.
The white people always had their supper at 6:30, and that was the time I used to steal my way in without disturbing them or being seen. My comings and goings had to be secret because they still didn't know I stayed there. അങ്ങനെ സഹോദരി വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് പതിവ് പോലെ അവധിയെടുത്തു. അവർ വൈകിയാണ് എത്തിയത്. ഇവർ ഈ പറയുന്ന പെൺകുട്ടിയും ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി. പക്ഷേ മുറ്റത്തേക്ക് അവർ വീടിനകത്തേക്ക് മടങ്ങണമെങ്കിൽ കാത്തിരിക്കണം അല്ലേ, കാരണം അവിടുത്തെ വെള്ളക്കാരുണ്ടല്ലോ, വൈറ്റ് പീപ്പിൾസ്, ആ വീട്ടിലത്തെ അവർ 6:30 മണിക്ക് അത്താഴം കഴിക്കും. അതായിരുന്നു അവരുടെ ശീലം. അതുകൊണ്ട് തന്നെ ആരും കാണാതെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അകത്ത് കടക്കാൻ പറ്റുള്ളൂ. അപ്പോഴും ഈ പെൺകുട്ടിയുടെ വരവും പോക്കും ആ വീട്ടിൽ അവർ താമസിക്കുന്നതും ഒക്കെ രഹസ്യമായിട്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ താമസിക്കുന്നുണ്ടെന്ന് അവർക്ക് ഇപ്പോഴും അറിയില്ല. I realized that she had not come back and decided to sit down in front of her room where I thought I wouldn't be noticed. I was reading a copy of Drum magazine, hoping that she would come back soon before the dog sniffed. അപ്പോൾ അവൾ തിരിച്ചു വന്നിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇവരുടെ സിസ്റ്റർ അല്ലേ, അവളുടെ മുറിയിൽ മുന്നിലിരിക്കാൻ തീരുമാനിച്ചു. അവിടെ ആരും ഇല്ല എന്ന് ശ്രദ്ധിക്കില്ലെന്ന് കരുതിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷെ നായ്ക്കൾ മണം പിടിക്കുന്നതിന് മുമ്പ് അവൾ ഉടനെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇവരിയ്ക്കുന്നത്. നായ്ക്കൾ മണം പിടിച്ച് കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ മുന്നിലിരുന്നിട്ട് ഡ്രം മാഗസീൻ്റെ ഒരു കോപ്പി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. But dogs sneezed me out. I was trying hard to concentrate on my reading when I heard two dogs playing, chasing each other nearer and nearer to where I was sitting. And then there they were in front of me, looking as surprised as I was. For a brief moment we stared at each other. Then they started to bark at me. I was sure they would tear me to pieces if I moved just one finger. So I sat very still, trying not to look at them while my heart pounded and my mouth went dry as paper. Then the madam's high-pitched voice rang out above the dogs barking. അങ്ങനെ വായനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഠിനമായി ശ്രമിക്കുന്നതിനിടയിൽ രണ്ട് നായ്ക്കൾ അവർ പരസ്പരം ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ പെൺകുട്ടി ഇരിക്കുന്നിടത്തേക്ക് വന്നു. അടുത്തേക്ക് വരും. അപ്പോഴാണ് ഇവളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇവൾ കാണുന്നത്, ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അത്ഭുതത്തോടെ നോക്കി. ഒരു നിമിഷം പരസ്പരം നായ്ക്കളും ഇവരും തമ്മിൽ നോക്കുകയാണ്. അവർ കുരയ്ക്കാൻ തുടങ്ങി. ഒരു വിരൽ മാത്രം അനക്കിയാൽ അത് കീറും. ഒരു ഫിംഗർ പോലും അനക്കാൻ പറ്റില്ല, അപ്പോൾ കടിക്കും എന്നുള്ള അവസ്ഥ. ഇവർ അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ നോക്കാതിരുന്നു, ആ നായ്ക്കളുടെ കണ്ണിലേക്ക് നോക്കാതെ അങ്ങനെ ഇരുന്നു. അവരുടെ ഹൃദയം ഇടിക്കുന്നതും അവർക്ക് തന്നെ കേൾക്കായിരുന്നു. പിന്നെ അവരുടെ ചുണ്ടൊക്കെ വായൊക്കെ അങ്ങ് വരണ്ടു പോയി. അപ്പോൾ നായയുടെ കുരയ്ക്കലിന് മുകളിൽ മാഡത്തിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം മുഴങ്ങി. ആ മാഡം വിളിക്കാൻ തുടങ്ങി അവിടെ നിന്ന്. ഐറീൻ എന്നാണ് വിളിക്കുന്നത്. അതായിരുന്നു ഈ പെൺകുട്ടിയുടെ സിസ്റ്ററിൻ്റെ ഇംഗ്ലീഷ് നെയിം കേട്ടോ, ഐറീൻ. വിച്ച് വി നെവർ യൂസ്. അവരത് ഉപയോഗിക്കില്ല പേര്. ഐ കുഡിൻ മോർ ആൻസർ ദ കോൾ. പക്ഷേ ഈ പെൺകുട്ടിക്ക് നീങ്ങാനോ ആ ഒരു വിളി കേൾക്കാനോ കഴിയില്ല, കാരണം ഇവർ ഐറീൻ അല്ലല്ലോ. ദ ഡോഗ്സ് വർ സ്റ്റാൻഡിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അപ്പോൾ ഇവരുടെ ഫ്രണ്ടിൽ ഡോഗ്സ് നിൽക്കുന്നുണ്ട്. ദെയർ ടീത്ത് സോ ത്രെട്ടനിങ് ലോങ്. അവരുടെ പല്ല് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ പെൺകുട്ടിയെ, ആ നായ്ക്കളുടെ പല്ല്. വെൻ ദർ വാസ് നോ റിപ്ലൈ ഷീ കെയിം ടു സീ വാട്ട് വാസ് ഗോയിങ് ഓൺ. അപ്പോൾ ഒരു റിപ്ലൈയും കേൾക്കാത്തതുകൊണ്ട് ആ മാഡം നോക്കാൻ വേണ്ടി വന്നു. ഓ ഇറ്റ്സ് യു, ഹലോ. ദെൻ ദ ഡോഗ് സ്റ്റോപ്പ്ഡ് ബാർക്കിംഗ്. ഓ ഇത് നീയായിരുന്നോ, ഹലോ എന്ന് പറയും. അപ്പോൾ ഡോഗ്സ് കുരയ്ക്കുന്നത് നിർത്തും. ബട്ട് ദേ ഹാഡ് ഇൻ മൂഡ്. പക്ഷെ അവരവിടെ നിന്ന് മാറിയില്ല. ദേ വർ സ്റ്റിൽ ഗ്രൗളിങ് അറ്റ് മീ. അവരപ്പോഴും ആ നായ്ക്കൾ ഇവളെ നോക്കിയിട്ട് ഇങ്ങനെ മുരണ്ടോണ്ട് നിൽക്കുകയാണ്. പ്ലീസ് മാഡം, ദ ഡോഗ്സ് വിൽ ബൈറ്റ് മീ, ഐ പ്ലീഡഡ്, നോട്ട് മൂവിങ് മൈ ഐസ് ഫ്രം ദം. അപ്പോൾ പ്ലീസ് മാഡം, ഈ നായ്ക്കൾ എന്നെ കടിക്കും എന്ന് പറഞ്ഞിട്ട് കണ്ണുകൾ മാറ്റാതെ ആ പെൺകുട്ടി അപേക്ഷിക്കും. നോ ദേ വോണ്ട് ബൈറ്റ് യു. വെൻ ഡിഡ് യു കം ഇൻ. ഇല്ല, അവർ നിന്നെ കടിക്കില്ല. നീ എപ്പോഴാണ് ഉള്ളിലേക്ക് വന്നത്? വി ഡിഡിൻ സീ യു. ഞങ്ങൾ നിന്നെ കണ്ടില്ല. ഐ ഹാവ് ബീൻ ഹിയർ ഫോർ സം ടൈം നൗ. മൈ സിസ്റ്റർ ഈസ് നോട്ട് ഹിയർ. ഐ എം വെയിറ്റിംഗ് ടു ടോക്ക് ടു ഹർ. അപ്പം ഞാനിവിടെ വന്നിട്ട് കുറച്ച് നാളായി. എൻ്റെ ചേച്ചി ഇവിടെ ഇല്ല. അവളോട് സംസാരിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറയും. ഓ ഷീസ് നോട്ട് ഹിയർ. ഐ ക്യാൻ ഗിവ് ഹർ എ മെസ്സേജ്. യു ഗോ ഓൺ ഹോം. ഐ വിൽ ടെൽ ഹർ ദാറ്റ് യു വാണ്ട് ടു സീ ഹർ. ഓ അവളിവിടെ ഇല്ലേ? എങ്കിൽ ഞാൻ അവൾക്കൊരു സന്ദേശം നൽകാം. നീ വീട്ടിലേക്ക് പൊക്കോളൂ, നിനക്ക് അവളെ കാണണമെന്ന് ഞാൻ അവളോട് പറയാമെന്ന് ഈ മാഡം പറയും. ഈ മാഡത്തിന് അറിയില്ല ഈ പെൺകുട്ടി ഈ വീട്ടിൽ ഈ റൂമിൽ തന്നെ താമസിക്കുന്നതാണെന്ന് അറിയില്ല കേട്ടോ അപ്പോഴും. Every morning I had to wake up straight away, roll my bedding and put it all under the bed where my sister was sleeping. I was not supposed to put on the light although it was still dark.
I would light a candle and tiptoe my way out with a soap dish and a toothbrush. I'd do everything and be off the premises by 5:30 with my shoes in my bag. I only put them on once I was safely out the gate. എല്ലാ ദിവസവും രാവിലെ ഞാൻ ഉടനെ എഴുന്നേറ്റ് എൻ്റെ കിടക്ക വിരിപ്പ് എല്ലാം സഹോദരി ഉറങ്ങുന്ന കട്ടിലിനടിയിൽ വെക്കും. ഇരുട്ടാണെങ്കിലും ലൈറ്റ് ഇടാൻ പാടില്ലല്ലോ, ആരെങ്കിലും അറിയില്ലേ. അപ്പം മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഒരു സോപ്പും ടൂത്ത് ബ്രഷും ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോകുമായിരുന്നു, സോപ്പ് പാത്രമൊക്കെ എടുത്തിട്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമായിരുന്നു. ബാഗിൽ ഷൂസുമായിട്ട് 5:30 കൂടിയിട്ട് ആ ഒരു പരിസരത്ത് നിന്ന് ഇവർ ഇറങ്ങും. അപ്പോൾ ഗേറ്റിൽ നിന്ന് സുരക്ഷിതമായി പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ ഷൂ പോലും ധരിക്കുള്ളൂ. സൗണ്ട് ഇല്ലാതെ പോവും. തിങ്കിങ് അബൌട്ട് ഓൾ ദീസ് തിങ്സ് took my mind away from the biting cold of the night and my wet nose until I saw my sister walking towards me. ഇതെല്ലാം ആലോചിച്ചപ്പോൾ രാത്രിയിലെ കൊടും തണുപ്പിൽ നിന്നും നനഞ്ഞ മൂക്കിൽ നിന്നും എൻ്റെ മനസ്സ് മാറി. എൻ്റെ സഹോദരി എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് ഞാൻ കണ്ടു. മോളോ, what are you doing outside in the street? She greeted me. നീ എന്താണ് ഈ പുറത്ത് ചെയ്യുന്നത് എന്ന് പറയും. I quickly briefed her on what had happened. ഞാൻ പെട്ടെന്ന് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അവളോട് ചുരുക്കി പറഞ്ഞു. Oh, what were you doing in the first place? You know, you should have waited for me so we could walk in together. Then I could say you were visiting or something. Now you tell me, what am I supposed to say to them if they see you come in again? നീ ആദ്യം അകത്ത് പോയി എന്ത് ചെയ്യായിരുന്നു? നമുക്ക് ഒരുമിച്ച് അകത്തേക്ക് പോവാമായിരുന്നു. എങ്കിലും നീ എന്നെ കാണാൻ വന്നതാണെന്ന് എനിക്ക് അവരോട് പറയായിരുന്നു എന്ന് പറയാണ് കേട്ടോ. ഇനി നീ പറയൂ, നമ്മൾ വീണ്ടും അകത്തേക്ക് പോകുമ്പോൾ ഞാൻ എന്താ അവരോട് പറയേണ്ടത്? She walked angrily towards the gate with me hesitantly following her. I mumbled my apologies and followed her in. By some miracle, no one seemed to have noticed us, and we quickly munched a snack of cold chicken and boiled potatoes and drank our tea, hardly on speaking terms. I just wanted to howl like a dog. I wished somebody would come and be my friend, and tell me that I was not useless and that my sister did not hate me, and tell me that one day I would have a nice place to live, anything. അപ്പോൾ അവർ ദേഷ്യം വന്നു. ഇവളങ്ങനെ ആദ്യം അകത്ത് കയറിയപ്പോൾ ദേഷ്യത്തോടെ ഗേറ്റിനടുത്ത് നടന്നു. ഞാൻ മടിച്ച് അവളെ പിന്തുടർന്ന് നടന്നു. അവളോട് സോറി പറഞ്ഞു. അങ്ങനെ അവളുടെ പിന്നാലെ അകത്തേക്ക് പോയി. ആരും ശ്രദ്ധിച്ചില്ല ഭാഗ്യത്തിന്. അങ്ങനെ പെട്ടെന്ന് തന്നെ ചിക്കനും വേവിച്ച ഉരുളക്കിഴങ്ങും ചായയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അവർ സംസാരം തുടങ്ങി. അങ്ങനെ അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു സുഹൃത്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരോട് സംസാരിക്കാൻ, അതായത് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹൗൾ ലൈക്ക് എ ഡോഗ്. ഒരു നായ ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കില്ലേ, ഹൗൾ ചെയ്യില്ലേ, ഓരിയിടുക, ആ സൗണ്ട് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതെല്ലാം പറയാമായിരുന്നു. ഞാനൊരു യൂസ്ലെസ് അല്ല എന്ന് എനിക്ക് അവരോട് പറയാമായി. ഒരു ഫ്രണ്ടെങ്കിലും എനിക്ക് സംസാരിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ പെൺകുട്ടി ചിന്തിക്കുകയാണ്. മൈ സിസ്റ്റർ ഡിഡ് നോട്ട് ഹേറ്റ് മീ. എൻ്റെ സിസ്റ്റർ എന്നെ ഹേറ്റ് ചെയ്യില്ലായിരുന്നു. ആൻഡ് ടെൽ മീ ദാറ്റ് വൺ ഡേ ഐ വുഡ് ഹാവ് എ നൈസ് പ്ലേസ് ടു ലീവ്. അതായത് താമസിക്കാൻ ഒരു നല്ല സ്ഥലം എനിക്കും ലഭിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഈ പെൺകുട്ടി കരുതുകയാണ്. The next morning I woke up long before the alarm went off. Some kind of pain within pushed me to do everything at double speed and run to my toilet. I call it my toilet because that is exactly how I felt about it. I felt my spirits really lifting as I put on my shoes outside the gate. I made sure that my notebook was in my bag. I was walking faster and my feet were feeling lighter all the time. Then I noticed that the door had been painted and that a new window pane and had replaced the old broken one. I smiled to myself as I reached the door. Before long I was sitting on that toilet seat writing a poem. പിറ്റേന്ന് രാവിലെ അലാറം അടിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഞാൻ ഉണർന്നു. എന്തോ ഒരു വേദന, എല്ലാം ഇരട്ടി വേഗത്തിൽ ഞാൻ ചെയ്തു. ടോയ്ലറ്റിൽ, അതായത് ആ ഒരു പാർക്കിൻ്റെ അടുത്തുള്ള ടോയ്ലറ്റ് ഇല്ലേ, അങ്ങോട്ട് ഓടാൻ പ്രേരിപ്പിച്ചു. ഞാൻ അതിനെ എൻ്റെ ടോയ്ലറ്റ് എന്ന് വിളിക്കുന്നു, മൈ ടോയ്ലറ്റ് എന്ന്. കാരണം എനിക്ക് അതിനെക്കുറിച്ച് തോന്നിയത് അങ്ങനെയാണ്. ഗേറ്റിന് പുറത്ത് പോയി ഷൂ ധരിച്ചു. അങ്ങനെ വല്ലാതൊരു ഉത്സാഹം വന്നു അവർക്ക്. എൻ്റെ നോട്ട്ബുക്ക് എൻ്റെ ബാഗിലുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തി. ഞാൻ വേഗത്തിൽ നടക്കുകയായിരുന്നു. അപ്പോൾ കാലുകൾ മുഴുവൻ ഭാരം കുറഞ്ഞതായിട്ട് അവൾക്ക് തോന്നുകയാണ്.
അപ്പോഴാണ് ഇവൾ അവിടെ ടോയ്ലറ്റിൽ എത്തിയപ്പോൾ വാതിൽ പെയിന്റ് ചെയ്തിരിക്കുന്നു. പഴയ തകർന്ന ജനൽപ്പാളിക്ക് പകരം പുതിയൊരു ജനൽപ്പാളി വെച്ചിരിക്കുന്നു. വാതിലിനടുത്തെത്തിയപ്പോൾ സ്വയം പുഞ്ചിരിച്ചു. അങ്ങനെ പോയി ആ ടോയ്ലറ്റ് സീറ്റിലിരുന്നൊരു കവിത എഴുതാൻ തുടങ്ങി. മെനി മോർ മോർണിംഗ് സോ മീ സിറ്റിംഗ് ദർ റൈറ്റിംഗ്. സംടൈംസ് ഇറ്റ് ഡിഡ് നോട്ട് നീഡ് ടു ബി എ പോയം. ഐ റോട്ട് എനിത്തിങ് ദാറ്റ് കെയിം ടു മൈ ഹെഡ് ഇൻ ദ സെയിം വേ ഐ വുഡ് ഹാവ് ഡൺ ഇഫ് I would had a friend to talk to. I remember some days when I felt like I was hiding something from my sister. She did not know about my toilet in the park and she was not in the least interested in my notebook. ഒരുപാട് അവിടെ ഇരുന്ന് എഴുതുന്നത് പല പ്രഭാതങ്ങളിലും ഇവർ അവിടെ ഇരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ അതൊരു കവിതയാകേണ്ടതില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ വരുന്ന എന്തും ഞാൻ എഴുതി. എനിക്ക് സംസാരിക്കാൻ ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. അതേ രീതിയിൽ ആ പെൺകുട്ടി പറയുകയാണ്, ഒരു സുഹൃത്തില്ല, അപ്പോൾ അതെല്ലാം എഴുതുകയാണ് ചെയ്തത് കേട്ടോ. എൻ്റെ സഹോദരിയിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നതായി എനിക്ക് തോന്നിയ ചില ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നു. പാർക്കിലെ ടോയ്ലറ്റിനെ കുറിച്ച് അവൾക്ക് അറിയില്ലായിരുന്നു. എൻ്റെ നോട്ട്ബുക്കിൽ അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഇവർ ആ പാർക്കിലെ ടോയ്ലറ്റിൽ പോയിരിക്കുന്നത് ഇവരുടെ സിസ്റ്ററിന് അറിയില്ല കേട്ടോ. Then one morning I wanted to write a story about what had happened at work the day before. The supervisor screaming at me for not calling her when I had seen the people who stole 2 dresses at lunchtime. It all came back to me and I was smiling when I reached for the door but it wouldn't open. It was locked. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ ജോലി സ്ഥലത്ത് കഴിഞ്ഞ ദിവസം സംഭവിച്ചതിനെ കുറിച്ച് ഒരു കഥ എഴുതാൻ ഈ പെൺകുട്ടി ആഗ്രഹിക്കുകയാണ്. ഉച്ചഭക്ഷണ സമയത്ത് 2 വസ്ത്രങ്ങൾ മോഷ്ടിച്ച ആളുകളെ കണ്ടപ്പോൾ സൂപ്പർവൈസർ വിളിക്കാത്തതിന് എന്നെ ശകാരിച്ചു. അതെല്ലാം മനസ്സിൽ തെളിഞ്ഞു. ഞാൻ വാതിലിലേക്ക് കൈ നീട്ടിയപ്പോൾ പുഞ്ചിരിക്കുകയായിരുന്നു. പക്ഷെ അത് തുറന്നില്ല, അത് പൂട്ടിയിരിക്കുകയായിരുന്നു. ആ ടോയ്ലറ്റിൻ്റെ ഡോർ കേട്ടോ. അപ്പോൾ അത് എഴുതാൻ വേണ്ടി പോയി. അപ്പോൾ ടോയ്ലറ്റ് അടച്ചിരിക്കുന്നു. ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ അക്സെപ്റ്റഡ് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് മൈൻ ആഫ്റ്റർ ഓൾ. സ്ലോലി ഐ വാക്ക്ഡ് ഓവർ ടു ദ ബെഞ്ച് നിയർ ബൈ, വാച്ച്ഡ് ദ ഏർലി സ്പ്രിംഗ് സൺ കം അപ്പ് ആൻഡ് റോഡ് ദ സ്റ്റോറി എനിവേ. അപ്പോൾ ആ ടോയ്ലറ്റ് എൻ്റേതല്ലെന്ന് ആദ്യമായിട്ട് എനിക്ക് തോന്നി, അംഗീകരിച്ചതായിട്ട് തോന്നി. പതുക്കെ ഞാൻ അടുത്തുള്ള ബെഞ്ചിലേക്ക് നടന്നു. വസന്തത്തിൻ്റെ തുടക്കത്തിൽ സൂര്യൻ ഉദിക്കുന്നത് നോക്കി. എന്തായാലും ഇനി കഥ എഴുതാൻ പറഞ്ഞിട്ട് ആ കുട്ടി ആ ബെഞ്ചിലിരിക്കുകയാണ്. ആ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന പോലെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റോറി. അപ്പോൾ ആ കുട്ടി ആ ടോയ്ലറ്റ് അടച്ചു. ആദ്യമായിട്ട് ആ ടോയ്ലറ്റ് എൻ്റേതല്ല എന്നൊരു വിചാരത്തിലേക്ക് ആ പെൺകുട്ടി എത്തുകയാണ്. ശേഷം ആ ബെഞ്ചിൽ പോയിരുന്ന് കഥ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇത് ജീന മ്ലോപ്പിൻ്റെ സ്റ്റോറി തന്നെയാണ്. സൗത്ത് ആഫ്രിക്കൻ റൈറ്ററാണ് അവർ. സോ അവർ വായിച്ചു നോക്കൂ നിങ്ങൾ. ഇനി നമുക്കിതിൽ ചോദ്യോത്തരങ്ങൾ നോക്കാം. ഡു യു വിഷ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ലൈക്ക് ദ ഓദർ? വൈ? നിങ്ങൾക്കും ഈ ഓദറിനെ പോലെ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? എന്തുകൊണ്ട്? യെസ്, ഐ വിഷ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ലൈക്ക് ദ ഓദർ. ഐ വാണ്ട് ടു ബി നോട്ടീസ്ഡ് ബൈ അതേഴ്സ് ആസ് സംവൺ ഹു ഹാസ് ഡൺ സംതിങ് സ്പെഷ്യൽ. അടുത്ത ചോദ്യം, വൈ വാസ് ദ ഓദർ ലോക്ക്ഡ് അപ്പ് ഇൻ ദ റൂം ഓൺ വീക്ക് ഡേയ്സ്? The author was locked up in the room on weekdays because she was staying secretly in her sister's room. Her sister was a domestic worker in the household of a white family. അടുത്ത ചോദ്യം, what made the author choose the toilet as her private space to read? The author chose the toilet as a private space to read because she had a lot of time, about 2 hours, to spend before she could get the bus to her workplace. As she was staying secretly in her sister's room, she had to leave the room very early in the mornings. Next, why did the narrator like the toilet? The narrator liked the toilet because it was warmer inside the toilet and she could sit there and read without any disturbance from others. I couldn't concentrate in class, says narrator. Why? When she showed her first poem to her English teacher, he was very happy and encouraged her to write more. She became so excited that she could not concentrate in class. What prompted the narrator to buy a notebook? She had never thought of publishing her writing. She just enjoyed writing down things when she had the time. After being the toilet's best customer and the encouragement from her teacher, she bought a notebook hoping to write something for publication. The narrator had to come and go secretly. Why? She was staying with her sister who was a domestic worker in a white family. Her sister had a back room. The white owners would not allow anybody except her sister to stay in that room. As the narrator did not want to be seen by the white employers and of her sister, she had to come and go secretly.
Next, how did the narrator manage her secret stay? The narrator managed her secret stay by going away from her sister's room very early in the morning before the white owners of the house were awake. She came back to the room at 6:30 when the white people were taking their supper without disturbing them or being seen. അടുത്തത്, why was the narrator unable to move or respond to the call? The narrator was unable to move or respond to the call because she was staying in her sister's room secretly, so she did not want her to be seen by the madam who came to find out why the dogs were barking. Next, what annoyed Irene, the narrator's sister? Without waiting for Irene, the narrator went to Irene's room. The room was locked, and so the narrator had to stay in front of the door. The dogs found her and barked at her. Hearing the barking, the madam came and saw the narrator. This annoyed Irene. അടുത്തത്, did the narrator feel lonely and sad? Pick out the sentences that justify your response. The narrator felt lonely and sad. I just wanted to howl like a dog. I wished somebody come and be my friend and tell me that I was not useless and that my sister did not hate me and tell me someday I too would have a nice place to live. Anything. What changes did she notice in the toilet? She noticed that the door of the toilet had been painted and a new window pane had replaced the old broken one. What made the narrator accept the fact that the toilet was not hers? She wanted to write a story about something that had happened at work. She was smiling, and when she reached the door of the toilet, it would not open. It was locked. This locked door made the narrator accept the fact that the toilet was not hers. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ചോദ്യോത്തരങ്ങൾ. പാർട്ട് 1 ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. പാർട്ട് 2 ക്ലാസ്സിൽ നമ്മൾ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാ കമൻസിനും നമ്മൾ സമയം കിട്ടുന്നതിനനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.